സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നതിൽ യാതൊരു മടിയുമില്ലാതിരുന്ന വ്യക്തിയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. ഇത്തരം പ്രയോഗങ്ങളിൽ ഒരു വശത്ത് വിമർശനം ശക്തമാകുമ്പോൾ തന്നെ മറുവശത്ത് തന്റെ ആരാധകരുടെ വലിയ പിന്തുണ നേടിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഹണി റോസ് വിഷയത്തിൽ മാത്രം അപ്രതീക്ഷിതമായ തിരിച്ചടികളാണ് ബോബി ചെമ്മണ്ണൂരിന് നേരിടേണ്ടി വന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം അവഹേളിക്കുന്നുവെന്ന് കാട്ടി ഹണി റോസ് നൽകിയ പരാതിയിൽ ചടുല നീക്കങ്ങളായിരുന്നു പോലീസ് നടത്തിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ വിഷയങ്ങളിൽ ഇടപെട്ടതായുള്ള വാർത്തകളും പുറത്തുവന്നു. ഇതോടെ പരാതി ലഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വയനാട് വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിന്നീട് കൊച്ചിയിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ബോബിയെ കോടതിയിൽ ഹാജരാക്കി. റിമാൻഡിലായ ബോബി ചെമ്മണ്ണൂരിന് ഒടുവിൽ കർശന ഉപാധികളോടെ 6ാം നാളാണ് കോടതി ജാമ്യം അനുവദിക്കുന്നത്. ജാമ്യം അനുവദിച്ചിട്ടും കാക്കനാട്ടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാതിരുന്ന ബോബിക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒടുവിൽ ജയിലിന് പുറത്തിറങ്ങിയ അദ്ദേഹം നിരുപാധികം മാപ്പ് പറഞ്ഞതോടെയാണ് വിഷയം കോടതി അവസാനിപ്പിച്ചത്. ഹണി റോസ് വിവാദവും ജയിൽവാസവും ഒരു വശത്ത് ബോബിക്ക് ക്ഷീണമായെങ്കിലും മറുവശത്ത് അത് അനുകൂലമായി മാറുകയാണ് ഉണ്ടായത്. വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും വിഷയത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് സാരം. ബോബിയെ പിന്തുണച്ചുകൊണ്ട് ഹണി കേസിനെതിരെ അധിക്ഷേപം നടത്തുന്നവരും നിരവധിയായിരുന്നു. താരം കേസ് കൊടുക്കാൻ തുടങ്ങിയതോടെയാണ് ഇതിന് അല്പമെങ്കിലും മയമുണ്ടായത്. ഹണി റോസ് വിഷയം തന്റെ ബിസിനസിനെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. ജയിലിൽ പോയിട്ടും എനിക്ക് ബിസിനസ് കൂടുകയാണ് ഉണ്ടായതെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. ഉപഭോക്താക്കളോടും ഇടപാടുകാരോടും ഒക്കെ ഈ വേളയിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ജയിലിൽ പോയപ്പോൾ എല്ലാ ഉപഭോക്താക്കളും സുഹൃത്തുക്കളും ആരാധകരുമൊക്കെ ശക്തമായി കൂടെ നിന്നു. ബിസിനസ് എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ടെൻഷൻ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി ബിസിനസ് കൂടുകയാണ് ഉണ്ടായത്. എല്ലാവരും പിന്തുണച്ചു. ജീവനക്കാരെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായി തന്നെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയി. എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നുവെന്ന് ബോബി ചെമ്മണ്ണൂർ ഈ അവസരത്തിൽ പറഞ്ഞു. അതേസമയം വാർത്താ സമ്മേളനത്തിനിടെ ഷോറൂം ഉദ്ഘാടനത്തിനെത്തിയ കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസയ്ക്ക് പ്രണയദിന സമ്മാനമായി 10,000 രൂപ വിലമതിക്കുന്ന പ്രത്യേക ഡിസൈൻ മാലയും ബോബി കൈമാറിയിരുന്നു. 15 ലക്ഷം രൂപയാണ് മൊണാലിസയെ കേരളത്തിൽ എത്തിക്കാനായി ബോബി ചെമ്മണ്ണൂർ ചിലവഴിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തവണ കുംഭമേളയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. വ്യത്യസ്തമായ കഴിവുള്ള ഒരുപാട് പേരുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കുംഭമേളയിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം കാണുന്നത്. അതോടെ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ആ സാഹചര്യത്തിൽ അവരെ കൊണ്ടുവരുന്നത് അവർക്കും ഗുണം ചെയ്യും. എന്തുകൊണ്ടും അവർ അർഹിക്കുന്നുവെന്ന് തോന്നിയെന്നുമാണ് മൊണാലിസ വിഷയത്തെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. അതേസമയം ഇനി മുതൽ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കും മൊണാലിസ എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ഇനി ഉദ്ഘാടന വേദിയിൽ ഏത് രീതിയിലായിരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെ പെരുമാറ്റം എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ഹണി റോസ് കേസിൽ ജാമ്യം ലഭിച്ച ശേഷം ബോബി പങ്കെടുക്കുന്ന ആദ്യ പൊതുപരിപാടി കൂടിയാണിത്. ഇനി ഒരിക്കലും താൻ ദ്വയാർത്ഥ പ്രയോഗം നടത്തില്ലെന്ന് കേസിൽ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ പറഞ്ഞിരുന്നു.